നീണ്ടു നിൽക്കുന്നു. ഈശോ തന്റെ സ്ഥാനത്ത് നിന്ന് അനങ്ങിയിട്ടില്ല. മനസ്സ് വിദൂരത്തിലെവിടെയോ ആണ്. വള്ളങ്ങളെയോ യാത്രക്കാരെയോ ഒന്ന് നോക്കുകയോ ഒരു വാക്ക് പറയുകയോ ചെയ്യുന്നില്ല. ഒന്നും സംഭവിക്കാത്തതുപോലെ കൈമുട്ടിൽ കുത്തിച്ചാരിയിരുന്നുകൊണ്ട് അകലങ്ങളിലുള്ള തീരങ്ങളെ ശ്രദ്ധിക്കുന്നു. ഒരു പൂവ് ഈശോയുടെ നേർക്കും എറിഞ്ഞു. ആരാണ് എറിഞ്ഞതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു. കാരണം അതെറിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ചിരിക്കുന്ന ശബ്ദം കേട്ടു. എന്നാൽ ഈശോ അനങ്ങുന്നില്ല. പൂവ് ഈശോയുടെ മുഖത്തു കൊള്ളത്തക്കവണ്ണം അടുത്തു വന്നു. അത് താഴെ പലകയിൽ വീണതേ. ദേഷ്യം പിടിച്ച പത്രോസ് അത് ചവിട്ടി ഞെരിച്ചു. ചെറിയ ബോട്ടുകൾ അകന്നു പോകാറായപ്പോൾ മഗ്ദലേന എഴുന്നേറ്റ് നിന്ന് പാപത്തിന്റെ കൂട്ടുകാരന്റെ അടയാളമനുസരിച്ച് അവളുടെ സുന്ദരമായ കണ്ണുകൾ